നമസ്തേ. ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം ശരവണഭവ. കർക്കിടക മാസത്തിലെ കാർത്തിക, അതായത് ആടിക്കാർത്തിക. കാർത്തിക വന്നത് തിങ്കളും ചൊവ്വാഴ്ചയായിട്ടാണ് കേട്ടോ. 2 ദിവസങ്ങളിലായിട്ടാണ് വന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് ചൊവ്വാഴ്ച ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരമാണ് മുരുകഭഗവാന് 6 വെറ്റില ദീപം വെച്ച് പൂജ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും സാധാരണ ഞാൻ വെറ്റില ദീപം വയ്ക്കാറുണ്ട് ചൊവ്വാഹോരയിൽ രാവിലെ. അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് തലേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം 6 വെറ്റില വെച്ചിട്ട് ഭഗവാന് വെറ്റില ദീപം വെച്ച് പൂജയൊക്കെ ചെയ്തു കേട്ടോ. അഭിഷേകങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ ഒരു ലൈക്കും തരണേ, പിന്നെ ഒരു കമൻറ്റ്. ഇനി വീഡിയോയിലോട്ട് പോകുക കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ആദ്യം ശുദ്ധമായ ജലം കൊണ്ട് ഞാൻ ഭഗവാനെ അഭിഷേകം ചെയ്ത്, പിന്നെ പാൽ, ചന്ദനം, കുങ്കുമം, ഇപ്രാവശ്യം പഴം, തേനും കൽക്കണ്ടും കൂടെ വെച്ചിട്ടുള്ള അതിലും ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. പിന്നെ വിഭൂതി അഭിഷേകം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോസ് വാട്ടർ എപ്പോഴും ഉള്ള പോലെ ഞാൻ 5 എണ്ണമാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം 2 എണ്ണം കൂടെ കൂടുതൽ ചെയ്തു. അങ്ങനെ അഭിഷേകം ചെയ്തു. ആദ്യം പാൽ ഒഴിച്ചിട്ടാണ് അഭിഷേകം ചെയ്തത്. പിന്നെ ചന്ദനം, കുങ്കുമം, മഞ്ഞൾ, പഴം, പിന്നെ റോസ് വാട്ടർ. ഇനി വീഡിയോയിലേക്ക് പോവാം. മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രൻ മുരുകൻ, സുബ്രഹ്മണ്യൻ, മുരുകൻ, കുമാരൻ, ശരവണൻ, ആണ്ടവൻ, ഷൺമുഖൻ, വേലായുധൻ, കാർത്തികേയൻ, അങ്ങനെ ഭഗവാന് കുറേ പേരുണ്ട് കേട്ടോ. സിദ്ധവൈദ്യന്മാരുടെയൊക്കെ ആരാധനാമൂർത്തിയാണ് മുരുകൻ. ജ്യോതിഷികളെല്ലാവരും ഗുരുവായിട്ട് കാണേണ്ട ഒരു ദൈവമാണ് ഭഗവാൻ. കാരുണ്യമൂർത്തിയാണ്. അസുരന്മാരെ വധിക്കുമ്പോൾ പോലും അവരോട് കരുണ തോന്നിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ശത്രുക്കളോട് പോലും ഇത്ര കരുണ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, നമ്മളൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് എത്ര ഇഷ്ടമുണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല കേട്ടോ. അത്രയും മനസ്സലിവുള്ളൊരു ഭഗവാൻ എന്ന് പറയാം. അങ്ങനെയാണ് മുരുക ഭഗവാൻ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാ ദൈവങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ മോളെ പോലെ ഇഷ്ടമാണ് മുരുക ഭഗവാനോടും. ഒരു പ്രത്യേക എനിക്ക് എൻ്റെ മോൻ എന്നൊക്കെ പറയാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാനെ. ഒരു എന്താ പറയുക, ഞാനിങ്ങനെ കൊഞ്ചാറൊക്കെ ഉണ്ട് ഭഗവാനെ. എനിക്കിഷ്ടമാണ്. ഇനി നമ്മുടെ അഭിഷേകത്തിലേക്ക് പോവാം. അഭിഷേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഞാൻ 5 അഭിഷേകങ്ങളാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അതിൽ കൂടെ 2 അഭിഷേകം കൂടെ കൂടുതൽ ചെയ്തു. അതിൽ ആദ്യം പാൽ, ചന്ദനം, കുങ്കുമം, മഞ്ഞൾ, പഴം, തേനും കൽക്കൊണ്ടും വെച്ചിട്ടൊരു അഭിഷേകം ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് വിഭൂതി അഭിഷേകം. ഭഗവാനെ വിഭൂതി അഭിഷേകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞാൻ ആ വിഭൂതി കുറച്ച് മാറ്റി എടുത്തു വയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നെറ്റിയിൽ കൂറിയിടും. അങ്ങനെ അപ്പോൾ അത് കുറച്ച് മാറ്റി എടുത്ത് വയ്ക്കും. ഭഗവാന്റെ അഭിഷേകം കഴിഞ്ഞിട്ടുള്ള വിഭൂതി കേട്ടോ. അത്രയും ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു നമ്മൾക്ക് എന്താ പറയുക, ഭഗവാന് വിഭൂതി അഭിഷേകം എല്ലാ അഭിഷേകങ്ങളൊക്കെ കഴിയുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ വിഭൂതി അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഭഗവാനെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് നല്ല ഭംഗി സുന്ദരനാക്കി ഞാൻ തന്നെ എന്നിട്ട് നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ പറയും, മുരുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാമെന്ന് ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. അങ്ങനെ എന്നിട്ട് സാധാരണ ഞാൻ ചീനിക്കാപ്പൊടി വെച്ചിട്ടാണ്, ശീക്കക്കായ് വെച്ചിട്ടാണ് വിഗ്രഹങ്ങളൊക്കെ കഴുകാറുള്ളത്. പക്ഷെ അത് കഴുകി കഴിഞ്ഞാൽ പോലും അഭിഷേകം ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഭംഗി ആ വിഗ്രഹത്തിന് ശീക്കക്കായ് പൊടി വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ എനിക്ക് തോന്നാറില്ല. അത്രയും അഭിഷേകങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വിഗ്രഹങ്ങൾക്കൊരു പ്രത്യേക തെളിച്ച് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പ്രസാദമായിട്ട്
ഞാൻ പഞ്ചാമൃതം പായസമാണ് ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വെറ്റില, പഴം ഇത് ഞാൻ എന്നും വയ്ക്കാറുള്ളതാണ്. ഏത് പൂജയാണെങ്കിലും ഞാൻ വെറ്റിലയും പഴം ഞാൻ എപ്പോഴും വയ്ക്കാറുണ്ട്. പിന്നെ 6 വെറ്റില, 6 ദീപം ഇതൊക്കെ വെച്ചിട്ടാട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീടുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കഷ്ടങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു. ഭഗവാന് പ്രസാദമെല്ലാം അർപ്പിച്ചു. എന്താ പറയുക, മനസ്സിന് ഭയങ്കര സന്തോഷമായി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചൊവ്വാഹോരയിൽ മുരുക ഭഗവാന് എൻ്റെ സാധാരണ വഴിപാട് എപ്പോഴും ചെയ്യാറുള്ള പോലെ വെറ്റില ദീപം അത് രാവിലെ ചെയ്തു കേട്ടോ. 6 to 7 ചൊവ്വാഹോരയിൽ ഞാൻ ചെയ്തു. പിന്നെ ചൊവ്വാഴ്ച രാവിലെ സാധാരണ ഞാൻ മുരുക ഭഗവാന് ചെയ്യാറുള്ള ചൊവ്വാഹോരയിൽ ചെയ്യുന്ന വെറ്റില ദീപം അത് എന്നും ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ ചൊവ്വാഴ്ച രാവിലെ ചെയ്തു. 2 എണ്ണം കൂടി ഒന്നിച്ച് ഈ 2 പൂജയും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ തലേ ദിവസം കാർത്തിക ദീപം വെച്ചത്. പിറ്റേ ദിവസം രാവിലെ ചൊവ്വാഴ്ച മുരുകനെ വെറ്റില ദീപം വെച്ചു. അങ്ങനെ പൂജകളൊക്കെ നന്നായി ചെയ്തു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളില്ലാത്തവർക്ക് ഈ വ്രതം, അതായത് വെറ്റില ദീപം, ചൊവ്വാഴ്ചകളിൽ വെറ്റില ദീപം വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് കേട്ടോ. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. മുരുക ഭഗവാനോട് നമ്മൾ പക്ഷേ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യരുത്. ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. അവനവന് അതിൻ്റെ ഗുണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അതായത് തലേ ദിവസം തന്നെ വ്രതം ഇരിക്കണം. ഏത് ദിവസം, അത് തിങ്കളാഴ്ച തൊട്ടിട്ട് വ്രതം ഇരിക്കണം, ചൊവ്വാഴ്ച വ്രതം ഇരിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം എന്നൊന്നുമില്ല. അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് വ്രതം എടുത്താൽ മതി. പക്ഷേ നോൺ കഴിക്കാൻ പാടില്ല. ചൊവ്വാഹോരയിൽ തന്നെ വെറ്റില ദീപം വെക്കണം. അങ്ങനെ 9 ആഴ്ച 11 ആഴ്ച അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം ഉറപ്പായിട്ടും ഭഗവാൻ തരും കേട്ടോ. ഇത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. മക്കളില്ലാത്തവർക്ക് ഇത് ഉറപ്പായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഭഗവാൻ ഒരിക്കലും കൈവിടില്ല കേട്ടോ. ഇത് ഞാൻ കുറേ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് കാണുന്നവർക്ക് ചെയ്യാം. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം കേട്ടോ. ഭഗവാനെ അത്രയും പ്രാർത്ഥിച്ച് ചെയ്യണം. പിന്നെ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും 48 ദിവസം മുരുക ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മുടക്കാൻ പാടില്ല കേട്ടോ. വേൽമാറൽ മന്ത്രം ചൊല്ലാൻ പറ്റുന്നവരൊക്കെ ചൊല്ലുക. തമിഴിലാണ്, പക്ഷെ മലയാളം കിട്ടും. മലയാളത്തിലുള്ളത് കിട്ടും. നമ്മൾ അന്വേഷിച്ചാൽ മതി, അത് കിട്ടും. അപ്പോൾ അത് 48 ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ വേൽമാറൽ മന്ത്രം 48 ദിവസം ചൊല്ലണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലത് മാത്രം വരട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. ഓം ശരവണ ഭവായ നമഃ. ഓം ശരവണ ഭവായ നമഃ. ഓം ശരവണ ഭവായ നമഃ. ഹര ഹരോ ഹര ഹര.